ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 44 അധ്യായം 22 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞു പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആകാശങ്ങളെ സ്തുതി പാടുക, കർത്താവ് ഇത് ചെയ്തിരിക്കുന്നു. ഭൂമിയുടെ ആഴങ്ങളെ ആർപ്പു വിളിക്കുക, പർവ്വതങ്ങളെ, വനമേ, വനവൃക്ഷങ്ങളെ ആർത്തുപാടുക. കർത്താവ് യാക്കോബിനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രായേലിൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടും. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു. എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. വ്യാജപ്രവാചകന്മാരുടെ ശകുനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. ഓർമ്മിക്കുക, ഈ ലോകത്തിൽ പാപമോചനം വാഗ്ദാനം ചെയ്ത ഒരേയൊരു വ്യക്തി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയും മറ്റാരും ഉണ്ടാവുകയുമില്ല. നമുക്കല്ലാതെ മറ്റാർക്കും ഈ കൃപ ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കുകയുമില്ല. ലഭിക്കണമെങ്കിൽ യേശുക്രിസ്തുവിനെ തന്റെ നാഥനും ഗുരുവുമായി ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും വേണം. ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഓരോ മനുഷ്യനും 2 മാലാഖമാരുണ്ട്, ഒരുവൻ വലത്തുവശത്തും മറ്റൊരുവൻ ഇടത്തുവശത്തും. വലത്തുവശത്തുള്ള മാലാഖ അവന്റെ നന്മപ്രവൃത്തികൾ കുറിച്ചുവെക്കും, ഇടതുവശത്തുള്ള മാലാഖ അവന്റെ തിന്മപ്രവൃത്തികൾ കുറിച്ചുവെക്കും. അന്തിമനാളിൽ അന്ത്യവിധിക്കായി ദൈവിക സവിധത്തിലേക്ക് എടുക്കപ്പെടുമ്പോൾ നന്മ തിന്മകളുടെ പുസ്തകങ്ങളെ തുലാസിൽ തൂക്കി തിട്ടപ്പെടുത്തും. ഭാരമേറിയ പുസ്തകത്തിനുള്ള വിധി അവിടെ നടപ്പാക്കും. ഇടതുവശത്തുള്ള പുസ്തകത്തിനായിരിക്കും തൂക്കം കൂടുതലെങ്കിൽ നിത്യനരകാഗ്നിക്ക് ഇരയാകും. നമുക്കായി ദൈവം പാപമില്ലാത്തവനും പാപികളെ സ്നേഹിക്കുന്നവനുമായ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ പറയുന്നു: നിന്റെ പാപം എത്ര കടും ചുമപ്പാണെങ്കിലും മകനെ, നിന്റെ ഹൃദയം മഞ്ഞുപോലെ തൂവെള്ളയാകും. അവന് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കാം. അവൻ നമ്മുടെ ഹൃദയം മഞ്ഞുപോലെ വെള്ളയാക്കും. ഈ വിശ്വാസവും ബോധ്യവും ഉൾക്കൊണ്ട് ജീവിച്ച് ദൈവിക സവിധത്തിൽ എത്തിച്ചേരുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ, അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാഗരമേ, വഴിമാറിയൊഴുകിയൊരൻ മിഴികൾ തേടുമാശ്രയമേ. ജീവൻ പകർന്നു നൽകാനായി സ്നേഹം ഒരപ്പമായി മാറി. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ, അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാഗരമേ, വഴിമാറിയൊഴുകിയോ
സ്നേഹം ഒരപ്പമായി മാറി. കടന്നുപോയ വഴി താരയിൽ മറവിയിൽ ഞാൻ തള്ളി നിൻമൊഴി നാഥ വരുന്നു നിൻ ചാരേ. കഥനമേറും നേരമെന്നുടെ പതിതമാകും മാനസത്തിൽ ആർദ്രം അലിഞ്ഞു ചേരൂ നീ. ചെന്നിടം വൻ പാപിയാമെന്നിൽ ഉയിരേകുവാൻ തിരുഭോജ്യമായി വരികന്റെ സ്നേഹമേ. ഉണർവിൻ കൃപ വരദാനമായി പകരൂ. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ. അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിൻ സ്നേഹസാഗരമേ. വഴിമാറിയൊഴുകിയൊരൻ മിഴികൾ തേടുമാശ്രയമേ. ജീവൻ പകർന്നു നൽകാനായി സ്നേഹം ഒരപ്പമായി മാറി. ഈശോനാഥ കാണുന്നു ഞാൻ ക്രൂശിൽ പിടയുന്ന നിന്റെ രൂപം. അൾത്താരയിൽ ദിവ്യഭോജ്യമായി എനിക്കായി നുറുങ്ങും നിൻ ജീവത്യാഗം. നിന്റെ ആലയമാക്കണേ എൻ ഹൃത്തടം നാഥ. നിൻ സ്നേഹമെന്റെ സ്വന്തമായിടുവാൻ ഉന്നതത്തിൽ നിന്നിറങ്ങും മന്നയാം നാഥ. ഇതാ നിന്നെ സ്വീകരിപ്പൂ ഞാൻ. നിത്യതയേകും തിരുഭോജ്യമേ, മർത്യനു രക്ഷ നൽകും മേഷമേ. പാപങ്ങൾ മായ്ക്കും തിരുരക്തമേ, മണ്ണിനു വിണ്ണേകുന്ന സ്നേഹമേ. ഈശോ നാഥ നിന്നിൽ അലിഞ്ഞു ചേർന്നു ഞാൻ. ഈശോ ഈശോ എന്നകമേ നറു സ്നേഹമായി നിറയൂ. അരികിലായി പ്രിയമകൻ തിരുമാർവതിൽ ചേർക്കൂ. അറിയാതെ പോയകമേ നിന്നെ സ്നേഹസാഗരമേ. വഴിമാ
പകർന്നു നൽകാം